എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 29-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാന സർക്കാർ, അതായത് രണ്ടാം പിണറായി സർക്കാർ ഇലക്ഷനെ നേരിട്ടപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കിയ ചില പദ്ധതികളും ഇലക്ഷൻ സമയത്ത് പ്രചരണ വിഷയമാക്കിയിരുന്നു. ഇതിൽ ഒന്നായിരുന്നു പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ. എന്നാൽ ഇന്നത്തോടുകൂടി ഔദ്യോഗികമായിട്ടും പവർ കട്ട് എന്ന പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇത് ഉണ്ട് എങ്കിലും ഇപ്പോൾ ഇന്നു മുതൽ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നു. മാത്രമല്ല, സ്ത്രീ സുരക്ഷാ പെൻഷൻ 10-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയിൽ വിതരണം ചെയ്തത് ഈ മാസം കഴിയാറായിട്ടും വിതരണ നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതും എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ്. LDF സർക്കാർ തന്നെ ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. LDF മാറി UDF അധികാരത്തിൽ വരികയാണോ എന്നുള്ളതാണ് ചോദ്യം. പവർ കട്ട് ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ പടി ഇറങ്ങുകയാണോ എന്നാണ് ഇന്ന് ഏഷ്യാനെറ്റിൽ 8 മണി ചർച്ച പോലും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ഇന്നു മുതൽ ഔദ്യോഗികമായിട്ടുള്ള പവർ കട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അരമണിക്കൂറാണ് പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൈകിട്ട് 6 മുതൽ രാത്രി 12 മണി വരെയാണ് ലോഡ് ഷെഡിംഗ് ഉണ്ടാകുക. നമ്മുടെ സംസ്ഥാനത്ത് പവർ കട്ട് നിർത്തലാക്കിയത് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള 4 രൂപ 25 പൈസയ്ക്ക് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. 12 വർഷമായിട്ട് പവർ കട്ടില്ല എങ്കിലും വേനൽക്കാലത്ത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇതുപോലെ അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തോടു കൂടിയുള്ള പവർ കട്ട് 12 വർഷത്തിന് ശേഷമാണ് എന്നുള്ളതും പറയേണ്ടി വരും. എന്നാൽ ആ ഇരുണ്ട കാലം എന്ന് പത്രപരസ്യം നൽകി ഇലക്ഷനെ നേരിട്ട LDF സർക്കാർ തന്നെ ഇപ്പോൾ പവർ കട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചത് സർക്കാരിന്റെ ഗുരുതര വീഴ്ചയാണ്. ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ 1-ാം പിണറായി സർക്കാരും 2-ാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷവും വൈദ്യുതി പുറത്തുനിന്നും വാങ്ങിയിരുന്നു. അന്നൊന്നും ഈ പ്രതിസന്ധി ഉണ്ടായില്ല. എന്നാൽ ആ കരാർ അഴിമതി ഉണ്ട് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് റദ്ദാക്കിയപ്പോൾ മറ്റൊരു കരാർ സ്ഥാപിക്കാത്തത് സർക്കാരിനും KSEBിക്കും വലിയ വീഴ്ചയാണ് അതിലുണ്ടായിട്ടുള്ളത്. അന്നത്തെ ആ കരാർ റദ്ദാക്കുകയും മറ്റ് 3 കരാർ അവസാനിച്ചിട്ടും പുതിയ കരാർ സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഈ കൊടും ചൂടിൽ ജനങ്ങളെ വറുചട്ടിയിലേക്ക് ഇടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സഹായകരമായിട്ടുണ്ട്. മുമ്പൊക്കെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നത് 6 മണിക്കും 9 മണിക്കും ഇടയിലുള്ള അരമണിക്കൂറായിരുന്നു. ആ ഒരു സമയത്ത് കരുതിയിരിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ 12 മണി വരെ ആകുന്നു എന്നുള്ളത് ഒന്ന് ഉറങ്ങി വരുമ്പോഴാകും കരണ്ട് പോകുക. ഈ ഒരു സമയത്ത് ആ ഉറക്കം പോകുന്നു. കൈക്കുഞ്ഞുങ്ങളുടേതും കിടപ്പ് രോഗികളുടെയും അവസ്ഥയും വളരെ ദയനീയമാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കഴിഞ്ഞ ദിവസവും സർവകാല റെക്കോർഡിലാണ് വൈദ്യുതി ഉപയോഗം. 118.26 മില്യൺ യൂണിറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് അറിയിപ്പ് നോക്കുകയാണ് എങ്കിൽ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഴയും ഒപ്പം മിന്നലും ഇന്നും വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്ന മുന്നറിയിപ്പുള്ളത്. അപ്പോൾ മഴ വരുമ്പോൾ മിന്നലുണ്ടാകും, ഇടിമി ഉണ്ടാകും. മുൻകരുതലുകളും ജാഗ്രതയും വേണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മെയ് 15-ന് SSLC റിസൾട്ടും ഹയർ സെക്കൻഡറി റിസൾട്ട് 22-നും പ്രസിദ്ധീകരിക്കുന്നതാണ്. മറ്റൊരു കാര്യം, മിൽമ പാലിന് 1 ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. താമരശ്ശേരിയിൽ കൊക്കയിലേക്ക് മറിഞ്ഞ ഹിറ്റാച്ചി ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിന്റെ ഭാഗമായി നാളെ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും എന്ന് PWD അറിയിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ നിയന്ത്രണം ഉണ്ടാകും. ഈ മാസം കഴിയാറായിട്ടും സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. 18 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞ് 5 മാസത്തേത് മാത്രമാണ് ഇലക്ഷന് മുമ്പ് കൊടുത്തത്. പക്ഷേ അതിനുശേഷം ഉള്ള വിതരണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ്. ക്ഷേമ പെൻഷൻ പിന്നെ അടുത്ത മാസം തന്നെ കിട്ടുകയുള്ളൂ. അടുത്ത മാസം 25 ആവേണ്ടി വരും.
പാചകവാതകം ഉപയോഗിക്കുന്ന ആളുകൾക്ക് 2026 മെയ് 1 മുതൽ അടിമുടി മാറ്റങ്ങൾ വരികയാണ് എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പാചകവാതക പ്രതിസന്ധിക്ക് പിന്നാലെ ഗ്യാസ് ബുക്കിംഗിലും അടിമുടി മാറ്റമാണ് വരുന്നത്. മെയ് 1 മുതൽ രാജ്യത്തെ LPG ഉപഭോക്താക്കൾക്കായി പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. സിലിണ്ടർ ബുക്കിംഗ്, ഡെലിവറി രീതികൾ, വിലനിർണ്ണയം എന്നിവയിൽ വലിയ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. ആഗോള വിപണിയിൽ ഉണ്ടായ അനിശ്ചിതത്വം കണക്കിലെടുത്ത് എണ്ണ കമ്പനികൾ വിതരണ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. ഇന്ത്യൻ ഗ്യാസിന്റെ ഇന്ത്യൻ ഓയിൽ, ഭാരത് ഗ്യാസിന്റെ BPCL, HP ഗ്യാസിന്റെ HPCL എന്നിവയും പുതിയ ഡെലിവറി ബുക്കിംഗ് നിയമങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ബുക്കിംഗ് ഇടവേളകളിൽ മാറ്റം ഉണ്ടായേക്കാം. പുതിയ പരിഷ്കാരം അനുസരിച്ച് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ നിലവിൽ ഓരോ ബുക്കിങ്ങിനും 25 ദിവസം കാത്തിരിക്കണം. നേരത്തെ ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 2 സിലിണ്ടർ കണക്ഷൻ ഉള്ളവർക്ക് 1 സിലിണ്ടർ വാങ്ങി അടുത്ത ബുക്ക് ചെയ്യാൻ 35 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ മാറ്റമായി വരുന്നത്. മറ്റൊന്ന്, OTP അധിഷ്ഠിത ഡെലിവറിയാണ് വരാൻ പോകുന്നത്. സിലിണ്ടർ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാൻ ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് DAC അഥവാ OTP സംവിധാനം മെയ് 1 മുതൽ കൂടുതൽ കർശനമാക്കും. നിലവിൽ ഇത് ഉണ്ട് എങ്കിലും കർശനമല്ല. ഗ്യാസ് എത്തുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന OTP നൽകിയാൽ മാത്രമേ ഇനി സിലിണ്ടറുകൾ ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന് EKYC ആണ്. EKYC നിർബന്ധമാക്കും. മെയ് മാസം മുതൽ ആധാർ അധിഷ്ഠിത EKYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ബുക്കിംഗിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സബ്സിഡി മുടങ്ങാതിരിക്കാൻ ഇത് വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് KYC ചെയ്യാത്തത് മൂലം മാർച്ചിന് ശേഷം സബ്സിഡി മുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം PNGയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കായി LPG സിലിണ്ടറുകൾക്ക് പകരം പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് PNG ഉപയോഗിക്കുന്നതിലേക്ക് മാറണം എന്നുള്ളതാണ് സർക്കാരിന്റെ അറിയിപ്പ്. PNG ലഭ്യമായ ഇടങ്ങളിൽ 3 മാസത്തിനകം മാറുന്നതിന് വേണ്ടി LPG ഗുണഭോക്താക്കൾക്ക് നോട്ടീസുകൾ അയക്കുകയോ അല്ലെങ്കിൽ ഫോണിലൂടെ സന്ദേശമായി അറിയിക്കുകയോ ചെയ്യും. ഈ അറിയിപ്പ് ലഭിച്ച് 3 മാസത്തിനകം PNGയിലേക്ക് മാറേണ്ടി വരും. PNG കണക്ഷൻ എടുത്താൽ 2 ആഴ്ചക്കകം LPG കണക്ഷനുകൾ സറണ്ടർ ചെയ്യുകയും വേണം. കൂടാതെ നിലവിൽ പൈപ്പ് ലൈൻ ഗ്യാസ് എടുത്തിട്ടുള്ള ആളുകളും 2 ആഴ്ചക്കകം തന്നെ LPG ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് സറണ്ടർ ചെയ്യണം എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡയറക്ടറും ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് പുതിയ LPG കണക്ഷനുകൾക്കായി അപേക്ഷിക്കാനും കഴിയില്ല. മാർച്ച് അവസാന വാരത്തിൽ പുറത്തിറക്കിയ സർക്കാർ ഉത്തരവിൽ കൂടുതൽ കർശനമായ വ്യവസ്ഥകളാണുള്ളത്. LPGയേക്കാൾ 40% വരെ ചിലവ് കുറവാണ് PNGക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ 14 കിലോഗ്രാം ഗ്യാസിന് 1000 രൂപയോളം നൽകേണ്ടി വരുന്നത് 700-ന് താഴെയായി വരും. മാത്രമല്ല സിലിണ്ടർ ഗ്യാസിനേക്കാൾ PNG ഗ്യാസ് അപകടരഹിതമാണ്. ഗ്യാസ് തീർന്നു പോകുമോ എന്ന ഭയം വേണ്ട. ബുക്കിംഗ് ചെയ്ത് സിലിണ്ടറിന് കാത്തിരിക്കുകയും വേണ്ട. ഒരു പ്രദേശത്ത് PNG സൗകര്യം ലഭ്യമായിട്ടും ആ വീട്ടുകാർ അതിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ 3 മാസത്തിന് ശേഷം അവർക്കുള്ള LPG വിതരണം പൂർണ്ണമായും നിർത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2026 മാർച്ച് മുതൽ ഏകദേശം 5.45 PNG കണക്ഷനുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. 2.62 ലക്ഷം കണക്ഷനുകൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ കൂടുതൽ തയ്യാറായതോടെ ആകെ കണക്ഷനുകളുടെ എണ്ണം 8.01 ലക്ഷമായി ഉയർന്നു. ഏകദേശം 6,14,000 പുതിയ ഗുണഭോക്താക്കൾ കണക്ഷനുകൾക്കായി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധികൾക്കിടയിലും ഗാർഹിക LPG, ഗാർഹിക PNG, ഗതാഗത മേഖലയിലേക്കുള്ള CNG എന്നിവയുടെ 100% വിതരണവും ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കി. വാണിജ്യ മേഖലയിൽ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ഫാർമ, സ്റ്റീൽ, ഓട്ടോമൊബൈൽസ്, കൃഷി തുടങ്ങിയ മേഖലകൾക്കും മുൻഗണന നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നും കൂടാതെ അതിഥി തൊഴിലാളികൾക്കുള്ള
5 കിലോ സിലിണ്ടറുകളുടെ വിതരണം ഇരട്ടിയാക്കും എന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. LPG വിലയിൽ മെയ് 1-ാം തീയതി വർധനവുണ്ടാകും എന്നുള്ളതാണ് വിവരം. ഏപ്രിൽ 29 നിയമസഭാ ഇലക്ഷനുകൾ അവസാനിക്കുകയാണ്. ഇതിനുശേഷം പെട്രോൾ, ഡീസൽ, ഗ്യാസിൽ വില വർധനവുണ്ടാകും. സാധാരണഗതിയിൽ ഓരോ മാസവും ആദ്യത്തെ ദിവസം തന്നെയാണ് ഗാർഹിക പാചകവാതകത്തിന്റെയും വാണിജ്യ പാചകവാതകത്തിന്റെയും വില നിശ്ചയിക്കുന്നത്. ഈ ഏപ്രിൽ മാസത്തിൽ 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 196 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഫെബ്രുവരിയിൽ ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ മെയ് മാസത്തിൽ ഗാർഹിക സിലിണ്ടറിനും വർധനവുണ്ടായേക്കും എന്നുള്ള സൂചനകളുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ